എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2026 എങ്ങനെയാണ് നോക്കുക. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. റീഡിങ്സിലേക്ക് കടക്കാം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2026. ആദ്യം തന്നെ മൂൺ കാർഡ്സ്, 9 of Cups എനർജി, 8 of Pentacles, Ace of Wands, 10 of Pentacles, വേൾഡ് കാർഡ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ മൂൺ കാർഡ് ആൻഡ് 10 of Pentacles എനർജി കണക്ഷൻസ് ആണ്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചില കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. സാമ്പത്തികമായിട്ടുള്ള ധനലാഭം കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരിലും ഒരുപോലെ അല്ലെങ്കിലും പലരെയും സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ധനലാഭം നിങ്ങളെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ മെറ്റീരിയൽ അബണ്ടൻസ് ആണ്. അത് ഒരു പക്ഷേ ലോട്ടറി ഭാഗ്യമാകാം. പിന്നെ എടുത്തു പറയേണ്ടുന്ന കാര്യം എന്ന് വെച്ചാൽ ധനലാഭം ഏത് വിധേനയും ഏത് വഴിയിലും നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതിനേക്കാൾ അതെങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ലോട്ടറി ഭാഗ്യമാണെങ്കിലും കുറച്ചധികം പൈസ നിങ്ങളുടെ കയ്യിൽ കിട്ടാനുണ്ട്. ഇപ്പോൾ കിട്ടാക്കടങ്ങൾ തിരിച്ചു കിട്ടുന്നതും ആവാം. അപ്പോൾ കുറച്ചധികം പൈസ ഒരുമിച്ച് വരുമ്പോൾ അത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആകാം. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്കിത് എന്ത് ചെയ്യണം എന്നറിയാതെ വരികയും മറ്റുള്ളവരോട് പോയിട്ട് കുറച്ചധികം ഇത്ര പൈസ കിട്ടിയിട്ടുണ്ട്, അതെന്ത് ചെയ്യണം എന്ന് സംസാരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇവിടെ മറ്റുള്ളവരുടെ അടുത്ത് ഇത് നിങ്ങളോട് പറയുമ്പോൾ, പ്രത്യേകിച്ച് പൈസയ്ക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ, ഇനി ആവശ്യമില്ലാത്തവരാണെങ്കിൽ പോലും അതിലൊരു നെഗറ്റീവ് ഫീല് വരാൻ ചാൻസ് ഉണ്ട്. ഇത്രയധികം പൈസ ഇവരുടെ കയ്യിലേക്ക് വന്നു എന്നുള്ളത്. അതിന് എത്ര അടുത്ത സുഹൃത്താണെങ്കിലും നിങ്ങളെക്കുറിച്ച് ദോഷം ചിന്തിക്കുന്നതാവുന്ന ഒരാളായിരിക്കണമെന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഇങ്ങനൊരു ഇത് വരുമ്പോൾ പെട്ടെന്നുള്ളൊരു ഒരു ഫീല് വരുമല്ലോ, ഇത്രയും പൈസ എന്നുള്ളൊരു ഫീല് വരും. കാരണം എല്ലാവരും മനുഷ്യരാണ്. ആ ഒരു ഫീലിങ്ങിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഈ പറയുന്ന നിങ്ങളുടെ കയ്യിലേക്കുള്ള ഇത് അതിലൊരു നെഗറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പെട്ടെന്നൊരു ധനലാഭം ഉണ്ടാവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് ബാങ്കിൽ ഇടുക. അപ്പോൾ നിങ്ങൾ ആലോചിക്കാതെ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യമില്ല. അതിന് നിങ്ങൾക്ക് ടൈം എടുത്ത് ആലോചിച്ച് കയ്യിലത് കിട്ടിയതിന് ശേഷം ഒരു 10 മാസം നിങ്ങൾക്ക് 10 മാസം വരെ നിങ്ങൾക്കൊന്നും തീരുമാനം അയക്കാൻ പറ്റിയില്ലെങ്കിലും അത്രയും സമയം അത് ബാങ്കിൽ കിടക്കുന്നതിലൊരു തെറ്റില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കടമൊക്കെ വീട്ടാനുണ്ടെങ്കിൽ അത് ആലോചിച്ചിട്ട് നോക്കുക എന്നുള്ളതാണ്. അതൊഴിച്ചാൽ എല്ലാവരോടും പോയിട്ട് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് അന്വേഷിക്കാതിരിക്കുക. പിന്നെ ജനറൽ ആയിട്ടുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ട്. അതല്ലാതെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങൾക്ക് അതൊരു നെഗറ്റീവ് ഫലത്തിൽ വരും. കാരണം അത് ഓരോരുത്തരെ സംബന്ധിച്ച് വ്യത്യസ്തമായിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ടുള്ള നേട്ടം, ജോലി സംബന്ധമായിട്ട് കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള എനർജി പോസിറ്റീവാണ്. ധനം ജോലി വഴി, അതായത് ജോലിയിൽ പുരോഗതി ഉണ്ടാകുന്നുണ്ട്. വളരെ ഒരു പോസിറ്റീവ് എനർജിയാണ്. പ്രമോഷൻ, ശമ്പള വർധനവ് ഇത്യാദി കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓൺട്രപ്രനോറിയൽ എനർജി കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ബിസിനസ് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ബിസിനസ്സിലേക്ക് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എനർജി എന്ന് പറയുന്നത് ചെറിയൊരു രീതിയിലുള്ള ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ എത്ര ചെറിയ രീതിയിലാണെങ്കിൽ കൂടിയും ഫ്യൂച്ചറിലേക്ക് വലിയൊരു ലെവലിലേക്ക് എത്താനുള്ള ആ പുരോഗതിയിലേക്ക് പോകാനുള്ള ഒരു ഫ്യൂച്ചർ നിങ്ങൾക്ക് കാണുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതും കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ പലരെയും സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊമോഷനോ ശമ്പള വർധനവോ കാര്യങ്ങൾ കിട്ടുന്നത് നിങ്ങൾ ജോലിയിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച ഒരു പൊസിഷനിലേക്ക് പോകുന്നതോടൊപ്പം തന്നെ ചില മാറ്റങ്ങൾ ലൈഫിലുണ്ടാകുന്നുണ്ട്. ഈ മാറ്റം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു പ്രൊമോഷൻ ലഭിക്കുന്നുണ്ടാവാം. അതേപോലെ ഫാമിലിയിൽ മറ്റാർക്കെങ്കിലും ആദ്യമായിട്ട് ജോലി ലഭിക്കുന്നത് അല്ലെങ്കിൽ പുതിയൊരു ജോലി ലഭിക്കുന്നത് അതിനുള്ള ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ അതല്ലാതെ ഇനി
ഈ ഒരു ജോലി നിങ്ങൾക്ക് ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കുമ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ വൈഫിനോ മറ്റാർക്കെങ്കിലും ഹസ്ബൻഡിനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഒക്കെ അവർക്കും പ്രൊമോഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരേ സമയം തന്നെ ഒന്നിൽ കൂടുതൽ ആളുകൾ, കുടുംബത്തിലുള്ള ആളുകൾക്ക് ധനം വരുന്നതായിട്ട്, ജോലി സംബന്ധമായിട്ട് കരിയറിൽ മുന്നേറ്റം ഉണ്ടാകുന്നതായിട്ടുമൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 9 ഓഫ് കപ്സ് ആൻഡ് ഏസ് ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു ഡിറ്റർമിനേഷനാണ്. ഏത് കാര്യവും നിങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നേടിയെടുക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ചില സമയങ്ങളിൽ നിങ്ങൾ വളരെയധികം റിലാക്സ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്, ചില സമയങ്ങളിൽ കുറച്ച് സീരിയസ് ആയിട്ടായിരിക്കും. ഇപ്പോൾ ലൈഫിൽ ഏത് സിറ്റുവേഷനെ ഏത് രീതിയിൽ നോക്കിക്കാണണം എന്നുള്ളൊരു പ്രത്യേക ഒരു അറിവ് നിങ്ങൾക്കുണ്ടാവും. എല്ലാ സമയത്തും എപ്പോഴും സീരിയസ് ആയിട്ടിരിക്കുകയല്ല, അല്ലെങ്കിൽ എപ്പോഴും ഒന്ന് വളരെ റിലാക്സ്ഡ് ആയിട്ടൊന്നും ആ ഒരു രീതിയിലല്ല ഇരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഏത് സിറ്റുവേഷനിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഉള്ളൊരു വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. പിന്നെ ഇവിടെ ഒരു പ്രഗ്നൻസി സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പ്രഗ്നൻസി സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ആയിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ ബ്രദറിൻ്റെ വൈഫോ അല്ലെങ്കിൽ സിസ്റ്ററോ അല്ലെങ്കിൽ മക്കളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും. അപ്പോൾ അങ്ങനെ വളരെ അടുപ്പമുള്ള വ്യക്തികളുടെ ഒരു പ്രഗ്നൻസിയാണ്. അപ്പോൾ പ്രസവ ശുശ്രൂഷയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ യാത്ര പോകുന്നുണ്ടാവും. ആരുടെയെങ്കിലും പ്രഗ്നൻസിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഫാമിലിയിൽ നിന്ന് ചിലപ്പോൾ കുറച്ചൊന്ന് മാറി നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു എനർജിയാണ്. അതേപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധാലുക്കളാവേണ്ടുന്ന സമയമാണ്. പഠിക്കുന്നില്ല എന്നുള്ളതല്ല, പക്ഷേ പൊതുവിൽ നിങ്ങൾ ഏത് നിലവാരത്തിലാണ് നിൽക്കുന്നത് ആ ഒരു നിലവാരത്തിൽ തന്നെ നിൽക്കാതെ കുറച്ചൊന്ന് താഴെ, അതായത് നിങ്ങൾ നേരത്തെ പഠിച്ചിരുന്ന രീതിയിൽ ഇപ്പോൾ പഠിക്കുന്നില്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല എന്നുള്ളൊരു സാധ്യത കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ പഴയതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ചതായിട്ടുള്ള രീതിയിൽ പഠനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതേപോലെ 9 ഓഫ് കപ്സ് ആൻഡ് വേൾഡ് കാർഡ് എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിൽ എന്താണ് നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്ന ആ ഒരു, നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന ആ ഒരു കാര്യം എന്താണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അതായത് എന്ത് കാര്യത്തിനാണോ നിങ്ങൾ ലൈഫിൽ, അതായത് എന്ത് കാര്യമാണോ നിങ്ങളെ പുറകോട്ടേക്ക് നയിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി അവിടെ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് നടത്താം എന്നുള്ളൊരു കാര്യത്തെ പറ്റി ചിന്തിക്കുക. ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് പ്രത്യേക ഒരു ഏരിയയിൽ സ്കില്ല് കുറവാണ്. അപ്പോൾ ആ ഏരിയയിൽ നിങ്ങൾ സ്കില്ല് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ചില വർക്ക് റിലേറ്റഡ് അല്ലാത്ത കാര്യങ്ങളിലും ഇപ്പോൾ നിങ്ങൾ ഒത്തിരി മറ്റുള്ളവരായിട്ട് ഇടപഴകാൻ ഇച്ചിരി പുറകോട്ടേക്കായിട്ടുള്ളവരാണ്, അധികം സംസാരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ വളരെ സോഷ്യലായിരിക്കില്ല. അപ്പോൾ സോഷ്യലാകണമെന്നുള്ളതല്ല, അപ്പോൾ ചില സിറ്റുവേഷനിലൊക്കെ മാറി നിൽക്കുന്നു എന്നുള്ളത്. നമുക്ക് അത്യാവശ്യമുള്ള സമയങ്ങളിൽ സംസാരിക്കാൻ പറ്റാതെ വരുമ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഒരു സോഷ്യൽ ബട്ടർഫ്ലൈ ആകുക എന്നുള്ളതല്ല, അത്യാവശ്യ സമയങ്ങളിൽ എങ്ങനെ സംസാരിക്കാം, ആ ഒരു ഇതൊക്കെ എങ്ങനെ പരിചയപ്പെട്ടെടുക്കാം എന്നുള്ളതൊക്കെ ഒന്ന് ചിന്തിച്ച് പോകുന്നത്, അല്ലെങ്കിൽ അതിനെന്താ ചെയ്യേണ്ടതെന്ന് നോക്കുന്നതും ഒക്കെ നല്ലതായിരിക്കും. പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാരെയൊക്കെ സംബന്ധിച്ച് ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഒത്തിരി യാത്രകൾ ചെയ്യേണ്ടി വരുന്ന സമയമാണ്. ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഫാമിലിയുടെ അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് ഫാമിലി, ഇപ്പോൾ മക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ആരെങ്കിലും വേറൊരു ദൂരദേശത്തുള്ളവരാണെങ്കിൽ അവരെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നു. ഇപ്പോൾ വിദേശത്തേക്ക് പോകുന്ന സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ വിദേശത്തുള്ള ആരെങ്കിലും റിലേറ്റീവ്സ്, വളരെ അടുത്ത റിലേറ്റീവ്സ്, അപ്പോൾ അവരുടെ വീട്ടിലേക്ക് അവരെ കാണാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ ഈ ഒരു മാസം കാണിക്കുന്നു. അതേപോലെ തന്നെ 8 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 10 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ ഉള്ളിൽ എന്താണ് നിങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഏത് രീതിയിൽ എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. അപ്പോൾ അതായത് നിങ്ങളുടെ സെൽഫ് വർത്ത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിത്വത്തിലെ കുറിച്ചിട്ട് പൊതുവേ നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേട്ട് നിൽക്കുന്നതിൽ നിന്ന് മാറി നിങ്ങൾ സ്വയം പല കാര്യങ്ങളും ആലോചിച്ച് ചിന്തിച്ച് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഒരു ബ്ലോക്ക് നിങ്ങൾക്കുണ്ടായിരുന്നു, ആ ബ്ലോക്ക് മാറി കിട്ടുന്നുണ്ട്. ഇപ്പോൾ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ്, സെൽഫ് കോൺഫിഡൻസ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം വളരെ കൂടുന്നത് കൊണ്ട്
വളരെ ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ആ ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. ആരോഗ്യകാര്യത്തിൽ ഇപ്പോൾ ജിമ്മിലൊക്കെ പോകാനും ഹെൽത്ത് കോൺഷ്യസ് ആവാമെന്ന് താല്പര്യമുണ്ട്. പക്ഷെ അതൊക്കെ രാവിലെ ഓടാൻ പോവുക അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഒരു ചെറിയ ചമ്മലോ കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ സ്വയം ഇനിഷ്യേറ്റീവ് എടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.